സംവിധായകൻ രഞ്ജിത്ത് ഇപ്പോൾ പീഡനക്കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. യുവനടി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ രഞ്ജിത്തുള്ളത്. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, എന്തൊക്കെയാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ രാഹുൽ? ഉന്മേഷ്, എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതുപോലെ തന്നെ ലൈംഗിക അതിക്രമ വകുപ്പ് ഇതുൾപ്പെടെ ചുമത്തിക്കൊണ്ടാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമീപ ദിവസങ്ങളിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. രഞ്ജിത്തിന്റെ തന്നെ സിനിമയുടെ ലൊക്കേഷൻ വെച്ച് കോട്ടയത്ത് വെച്ചാണ് ഈ പീഡന ശ്രമം ഉണ്ടായത്. കടന്നു പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് സിനിമയുടെ തന്നെ ഇന്റേണൽ ICC-യിൽ പരാതി നൽകിയിരുന്നു. അവിടെ പ്രശ്നപരിഹാരം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് DGP-ക്ക് പരാതി നൽകിയത്. DGP-ക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊച്ചി സിറ്റി പോലീസിലേക്ക് അതിന്റെ ഇന്റിമേഷൻ എത്തുകയും തുടർന്ന് ഈ യുവനടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം രഞ്ജിത്തിനെ പറ്റി നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം. അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്നു, ഇടത് സഹയാത്രികനാണ്. തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത്ര കണ്ട് വ്യക്തത വന്നതിന് ശേഷം മാത്രം, അത്ര കണ്ട് തെളിവുകൾ ലഭ്യമായതിനു ശേഷം മാത്രമേ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോലീസ് പോവുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ എന്തായാലും തൊടുപുഴയിൽ നിന്ന് രഞ്ജിത്തിനെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് എന്നുള്ളതാണ് അറിയാനും കഴിയുന്നത്. രഞ്ജിത്തിന്റെ തന്നെ സിനിമാ ചിത്രീകരണത്തിന്റെ ഭാഗമായിട്ട് തൊടുപുഴയിലേക്ക് പോവുകയും അവിടെ കാറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ കാർ തടഞ്ഞു നിർത്തിയാണ് അറസ്റ്റ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം കസ്റ്റഡിയിലെടുത്ത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇതിൽ കൊച്ചി സിറ്റി പോലീസ് കൃത്യമായിട്ടുള്ള വിവരം രഞ്ജിത്തിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരം ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൊടുപുഴ പോലീസിനോട് ജാഗ്രത പുലർത്തണമെന്നും ഇത്തരത്തിലൊരു സംഭവം ഉണ്ട് എന്നും ഏതെങ്കിലും വിധത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങണമെങ്കിൽ അതിനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വ്യക്തത വന്നതിന് ശേഷം കൊച്ചി സിറ്റി പോലീസ് അതിന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശപ്രകാരം ജില്ലാ പോലീസ് മേധാവിയുടെ അറിവോടുകൂടി തൊടുപുഴ പോലീസ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സിനിമാ ചിത്രീകരണം കഴിഞ്ഞതിന് ശേഷം റൂമിലേക്ക് മടങ്ങുന്നതിനിടെയാണ് രഞ്ജിത്തിനെ കാർ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം തൊടുപുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അവർക്ക് രഞ്ജിത്തിനെ കൈമാറും എന്നുള്ള കാര്യം കൂടി അറിയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.